നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. എന്തു വന്നാലും ഗവർണറെ കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞ SFIക്ക് മുന്നിൽ ഒറ്റയ്ക്ക് കട്ടയ്ക്ക് നെഞ്ചുവിരിച്ച് ഗവർണർ. ഇങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. കുറേ കാലത്തിന് ശേഷം ഉശിരോടെ ഗവർണർ പോരിനിറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ബാക്കി ഭവിഷ്യത്ത് എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ശക്തമാക്കണമെന്ന് DGP S ദർവേഷ് സാഹിബ് പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും SP മാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശവും കൈമാറി. SFI പ്രവർത്തകർ ഗവർണറെ വഴിയിൽ തടഞ്ഞതിനെ തുടർന്ന് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. 3 പൈലറ്റ് വാഹനങ്ങൾ ഗവർണറുടെ വാഹനവ്യൂഹത്തിൽ അധികമായി ഉൾപ്പെടുത്തും. ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ സുരക്ഷ ശക്തമാക്കും. പ്രധാന റൂട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണറെ കടത്തിവിടാൻ 2 റൂട്ടുകൾ കൂടി നേരത്തെ നിശ്ചയിക്കും. റൂട്ടുകൾ സംബന്ധിച്ച രഹസ്യ സ്വഭാവം സൂക്ഷിക്കുവാൻ നടപടിയെടുക്കും. ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ പ്രശ്നക്കാരെ നേരത്തെ തിരിച്ചറിഞ്ഞ് നിയന്ത്രണത്തിലാക്കും. ആവശ്യമെങ്കിൽ ഇത്തരക്കാരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യുവാൻ പ്രത്യേക സംഘമുണ്ടാകും. ഗവർണർ പോകുന്ന സ്ഥലങ്ങളിൽ റിംഗ് സുരക്ഷ ഒരുക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിലായിരിക്കും ഗവർണർ. താമസിക്കുന്ന സ്ഥലത്തും സുരക്ഷ ശക്തമാക്കും. താമസിക്കുന്ന കെട്ടിടത്തിന് മുന്നിലും പുറകിലും വശങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും. നിലവിൽ ഗവർണറുടെ സുരക്ഷാ വ്യൂഹത്തിൽ അഡ്വാൻസ് പൈലറ്റ്, ഗവർണറുടെ ഔദ്യോഗിക വാഹനം, രാജ്ഭവന്റെ സെക്യൂരിറ്റി വാഹനം, അതാത് സിറ്റികളിലെ പോലീസിന്റെ പെട്രോളിംഗ് വാഹനം, ഗവർണറുടെ വാഹനം കേടായാൽ സഞ്ചരിക്കാനുള്ള പകരം വാഹനം, ആംബുലൻസ്, ഫയർഫോഴ്സിന്റെ വാഹനം എന്നിവയാണുള്ളത്. ഔദ്യോഗിക വാഹനത്തിന്റെ ഇരുവശങ്ങളിലും ഇനി പോലീസ് വാഹനവും ഉണ്ടാകും. ഗവർണറെ ക്യാമ്പസിൽ കടക്കാൻ അനുവദിക്കില്ല എന്നതാണ് SFIയുടെ പ്രഖ്യാപനം. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാലുകുത്തിക്കാൻ അനുവദിക്കില്ലെന്ന SFI വെല്ലുവിളി കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ ഏറ്റെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് എത്തുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചത്. ശനിയാഴ്ച കോഴിക്കോട്ടെത്തുന്ന ഗവർണർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും വെല്ലുവിളിയെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റി. ഇതോടെ പോലീസ് ഇപ്പോൾ ശരിക്കും പുലിവാല് പിടിച്ചു. Z+ വിഭാഗ സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കണം. ഗവർണർക്കെതിരെ നിൽക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും. അതുകൊണ്ട് തന്നെ രംഗം കൈവിട്ടു പോകാതിരിക്കേണ്ടത് പോലീസിന്റെ കൂടി ആവശ്യമാണ്. ഗവർണറുടെ യാത്രാ റൂട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോദ്യം നൽകിയെന്ന ആരോപണവും പോലീസ് സേനയ്ക്ക് നാണക്കേടായിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായാൽ CISF പോലെയുള്ള കേന്ദ്ര സേനയെ ഗവർണറുടെ സംരക്ഷണം ഏൽപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടാകാം. ഇതിന് സംസ്ഥാന പോലീസിന്റെ അനുമതി വേണ്ട. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം മാത്രം മതി. Z+ കാറ്റഗറിയിലുള്ള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നേരെയുണ്ടാകുന്ന ഒരേ പ്രതിഷേധങ്ങളുണ്ട്. പോലീസിന്റെയും സർക്കാരിന്റെയും LDFന്റെയും 2 തരം സമീപനമാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തുന്നത്. SFI വിചാരിച്ചാൽ ഗവർണർ ഒരു സർവകലാശാലയും കയറില്ല എന്ന തരത്തിലായിരുന്നു സംഘടനയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രതികരണം. ഗവർണർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറിയതിന് പിന്നിൽ മനഃപൂർവ്വമായ പ്രകോപനമാണ് ഉദ്ദേശമെന്ന വിലയിരുത്തൽ SFI നേതൃത്വത്തിനുണ്ട്. ഇക്കാരണത്താൽ തന്നെ ഗവർണറുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാട് സംഘടനയുടെ നേതൃത്വം എടുത്തതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ചാൻസലറായ ഗവർണർ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ ഇത്തരമൊരു തീരുമാനം എടുത്തതോടെ വെട്ടിലായത് പോലീസും സർവകലാശാല അധികൃതരുമാണ്. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയായുള്ള SFIയുടെ കരിങ്കൊടി സമരത്തെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ രംഗത്ത് വന്നു. കരിങ്കൊടി സമരം ഇനിയും തുടരുമെന്നും ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുറച്ചു നാളത്തെ കാലാവധിയെ ഗവർണർക്ക് ആ പദവിയായിട്ടുള്ളൂ. ഈ കുറച്ച് ദിവസത്തിനകം എങ്ങനെയാണ് സംഘപരിവാറിന്റെ പ്രധാന പട്ടികയിലേക്ക് കടന്നു വരേണ്ടതെന്ന കാര്യം ആലോചിച്ചതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നടപടികൾ. RSS അസംഘചാലകനെ നേരിട്ട് കാണാൻ ശ്രമിച്ചതും നമുക്കറിയാം. ഗവർണറുടെ മാനസിക നിലയെപ്പറ്റി ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനും കേരളത്തിനുമെതിരായി നടത്തുന്ന പ്രചാരവേലകൾ ഒരു ഗവർണർക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട്. സംഘപരിവാർ വേദികളിലാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. കേരള സർക്കാർ രാഷ്ട്രീയമായി സർവകലാശാലകളിൽ ഇടപെടുന്നുവെന്ന് പറയുന്നത് ചാൻസലർ കൂടിയ ഗവർണറാണ് എന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. RSS സംഘപരിവാർ അജണ്ട ഔപചാരികമായി നടപ്പാക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ആ പേരുകൾ കിട്ടിയത് എന്നതിനെപ്പറ്റി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ സാധാരണ പൗരന് പോലും യോജിച്ചതാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാകണം. സംഘപരിവാർ വിഭാഗങ്ങളെ സർവകലാശാലയിലേക്ക് തിരികെ രാഷ്ട്രീയം കളിക്കുന്ന നിലപാട് ഗവർണർ എടുക്കുന്നു. ഫയലുകൾ പിടിച്ചുവെക്കുന്ന അദ്ദേഹത്തിന്റെ സമീപനത്തെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചതാണ്. ഇത്തരത്തിൽ പെരുമാറുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം സ്വാഭാവികം. ആ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും നടത്തുന്നത്. ഗവർണർ അടിമുടി പ്രകോപനമുണ്ടാക്കുകയാണ് എന്ന് ഗോവിന്ദൻ പറഞ്ഞു. നന്ദി, നമസ്കാരം.